പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. ഈ പ്രഭാതം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ദിവസവും രാവിലെ സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദിവസം മുഴുവനും സന്തോഷമുള്ളതായിരിക്കും. രാവിലെ എഴുന്നേറ്റുടനെ ആ വിഷമം, ഈ വിഷമം, ആ ഭാരം, ഈ ഭാരമെന്ന് ഭാരം ചുമന്നുകൊണ്ടിരിക്കാതെ ദിവസവും രാവിലെ ദൈവത്തിന്റെ മുഖം നോക്കി ദൈവത്തെ സ്തുതിക്കണം. ഭയങ്കര തിന്മയും പോരാട്ടവുമാണ്. എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുക? നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വേദനയും ദുഃഖവും തോന്നുന്നു എന്ന് വിചാരിക്കുകയാണോ? ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. അതെന്താണെന്നറിയാമോ? റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? യേശുവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി വ്യാപരിക്കും. ഇപ്പോൾ തിന്മയായി തോന്നും, അവസാനം നന്മയുള്ളതായിത്തീരും. അങ്ങനെയാണോ പറയുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് തളരരുത്. അവസാനം നന്മയുള്ളതായിരിക്കും. അവസാനം ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്ന് പരിഭ്രമിക്കരുത്. ഈ വാക്ക് വിശ്വസിച്ച്, ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, എല്ലാം നന്മയ്ക്കായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം നല്ലതായിരിക്കും എന്ന് പറയൂ. ഒരിക്കൽ ഒരു കുടുംബം എന്റെ അടുത്ത് വന്ന് ദുഃഖത്തോടു കൂടി നിന്നു. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. മകളുടെ വിവാഹകാര്യം നിശ്ചയിച്ചു കഴിഞ്ഞു. കല്യാണ നിശ്ചയവും കഴിഞ്ഞു. ഇപ്പോൾ കല്യാണത്തിനുള്ള തീയതിയും നിശ്ചയിച്ചു കഴിഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡും കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ചെറുക്കന്റെ വീട്ടുകാർ വന്ന്, ഞങ്ങൾക്ക് ഈ സ്ത്രീധന തുക പോരാ, ആഭരണം പോരാ, കൂടുതൽ വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഈ കല്യാണം നിർത്തിയിരിക്കുന്നു ബ്രദർ. അവര് വല്ലാതെ ദുഃഖിച്ചിരുന്നു. നിശ്ചയവും കഴിഞ്ഞു, കാർഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ അപമാനവും വേദനയുമായിരിക്കുന്നു എന്ന് ദുഃഖത്തോടുകൂടി എന്നോട് വന്ന് പറഞ്ഞു. അവരോട് ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഈ വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരു കാര്യം ചെയ്യുന്നു. അതിനൊരു തടസ്സമുണ്ടായി. അത് നിന്ദയും അപമാനവും കഷ്ടവും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിലും ഒരു നന്മയടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കൾക്കെല്ലാം നന്മയായി കൂടി വ്യാപരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ വിശ്വസിക്കൂ, തളരാൻ പാടില്ല. ഇതിലും ഒരു നന്മയുണ്ട്. ഒരുപക്ഷെ ചില വേദനകളും നിന്ദകളും പരിഹാസങ്ങളും ഉണ്ടാകും. പണം പാഴായിട്ടുണ്ടാകും. പക്ഷെ എന്തോ ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചയച്ചു. വീണ്ടും ചില ആഴ്ചകൾക്ക് ശേഷം അവർ വന്നു. സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ആ പയ്യന്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. വേറെ ഒരു പെണ്ണുമായി ബന്ധമുണ്ട്. ഇപ്പോഴാണ് ബന്ധുക്കൾ അത് പറയുന്നത്. വിവാഹം മുടങ്ങിയതെന്തായാലും നന്നായി. നിന്റെ മകളുടെ ജീവിതം പാഴായിട്ടുണ്ടാവും. അവൻ ആളൊട്ടും ശരിയല്ല. നിങ്ങൾ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. ഇൻവിറ്റേഷനും അടിച്ചു. ഇതെങ്ങനെ അറിയിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വിവാഹം നിന്നത് നല്ലതായിപ്പോയി എന്ന് ഞങ്ങളോട് ബന്ധുക്കൾ പറഞ്ഞപ്പോഴാണ് സന്തോഷമായത്. അപ്പോൾ യേശുവാണ് ഇത് നല്ലത് നടക്കുവാൻ വേണ്ടി ഈ തടസ്സമുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു. കണ്ടോ, ആദ്യം എന്തായിരുന്നു സംഭവിച്ചത്? വിവാഹം തന്നെ നിന്നുപോയില്ലേ? എല്ലാവരും ചോദിച്ചാൽ എന്തു പറയും? നാട്ടുകാരോട് എന്ത് മറുപടി പറയും? അപമാനപ്പെടും, നിന്ദയുണ്ടാകും, പരിഹസിക്കപ്പെടുമല്ലോ, ചിലവാക്കിയ പണം മുഴുവനും പാഴാകുമല്ലോ എന്നായിരുന്നു അവർ വേദനിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ വളരെ വലിയൊരു വേദന നേരിടേണ്ടി വന്നിരിക്കും. യേശു എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ നടന്നാലും യേശുവിനെ സ്തുതിക്കൂ. യേശുവേ, അങ്ങറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ തിന്മയായിരിക്കുന്നു. ഇപ്പോൾ അപമാനവും നിന്ദയും ഉണ്ടായിരിക്കുന്നു. അവസാനം ശുഭമായിരിക്കും. വിശ്വാസത്തോടുകൂടി പറയൂ, നന്മയെ കാണും. പറയുമോ, യേശുവേ, എന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കഷ്ടങ്ങളും അപമാനവും നിന്ദയും ഞെരുക്കവും നഷ്ടങ്ങളും കണ്ട് കലങ്ങാത്ത വിധം പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അവസാനം നന്മയുള്ളതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ